ഹായ് ഓൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെൽഫ് കെയറിനെ കുറിച്ച് പറയാനാണ്. ഫ്രം സീറോ നമ്മള് സെൽഫ് കെയർ അഥവാ സ്വയം ശ്രദ്ധിക്കുക, സ്വയം പരിചരിക്കാനുള്ള സീറോ മുതൽ തുടങ്ങാവുന്ന, പൂജ്യം മുതൽ തുടങ്ങാവുന്ന വഴികളാണ്. അപ്പം സെൽഫ് കെയർ എന്ന് പറയുന്നത് ഒരിക്കലും ലക്ഷറി ആയിട്ടുള്ള ഒരു കാര്യമല്ല, പൈസക്കാർക്ക് മാത്രം ചെയ്യാവുന്ന അങ്ങനെ ഒന്നുമല്ല. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്വയം പരിചരിക്കുക എന്ന് പറയുന്നത് അത് എനിക്ക് എന്നെ ശ്രദ്ധിക്കാം എന്നുള്ള ഒരു ആത്മബോധത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ശരീരത്തിന്, മനസ്സിന്, ആത്മാവിന്, ബന്ധങ്ങളെ, ജീവിതക്രമങ്ങളെ എല്ലാം സാവധാനത്തിൽ സംരക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവിത രീതി. ഇതിലൂടെ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മളെ, അതേപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള നമ്മളെ വാർത്തെടുക്കാൻ കഴിയും ഇൻഷാ അല്ലാ. അപ്പം ഒന്നാമത്തെ കാര്യം ശരീരത്തെ ശ്രദ്ധിക്കുക. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: ഒന്ന്, ഉറക്കം ശരിയാക്കുക. രാത്രി കൃത്യമായ സമയത്ത് ഉറങ്ങുക. സ്ഥിരമായിട്ട് ഒരേ സമയത്ത് തന്നെ ഉറങ്ങാൻ ശ്രമിക്കുക. പല സമയത്ത് ഉറങ്ങാതിരിക്കുക. അതേപോലെ ഉറങ്ങുന്നതിന്റെ ഒരു 30 മിനിറ്റ് മുമ്പെങ്കിലും മൊബൈൽ മാറ്റി വെക്കുക. അത് നമ്മളെ മെന്റലി ഷട്ട് ഡൗൺ ചെയ്യാനും അത് നമ്മുടെ ഉറക്കത്തിന്റെ ആ ഒരു ക്വാളിറ്റി, നല്ല ഉറക്ക് കിട്ടാനും സഹായിക്കുന്നുള്ളതാണ്. അതേപോലെ തന്നെ ലേറ്റ് നൈറ്റ് ഒരു ഉറക്കത്തിന്റെ ഒരു 30 മിനിറ്റ് മുന്നേ ഓവറായിട്ടുള്ള സംസാരം ഒഴിവാക്കുക. അതേപോലെ ദേഷ്യം പിടിക്കുന്നത്, സങ്കടപ്പെടുന്നത്, ഇതൊക്കെയും ഒരു ഉറങ്ങുന്നതിന്റെ മുന്നേ തന്നെ അതൊക്കെ ഒഴിവാക്കി എല്ലതും കാമായതിനു ശേഷം അല്ലെങ്കിൽ സമാധാനത്തിലായതിന്റെ ശേഷം ഉറങ്ങാൻ കിടക്കുക. എന്ന് വെച്ചാൽ നമ്മളിപ്പം അന്ന് ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ സങ്കടപ്പെട്ട ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഒരു ജേർണലായിട്ട് എഴുതാൻ കഴിയും. അതിനുശേഷം കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സ് ഫ്രീ ആയതിനു ശേഷമായിരിക്കും കിടക്കുന്നത്. അതേപോലെ നമ്മൾ പ്രാർത്ഥിച്ചതിന് ശേഷം കിടക്കുന്ന സമയത്ത് നമ്മളെ മനസ്സ് ഫ്രീ ആയതിന് ശേഷം കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഉറക്കിന്റെ ക്വാളിറ്റി, നല്ല ഉറക്ക് കിട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മള് രാത്രി ലേറ്റ് നൈറ്റ് സ്ക്രോളിങ് കുറയ്ക്കാം. ഓക്കെ, കുറേ സമയം മൊബൈലിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതേപോലെ മൊബൈലുമായിട്ട് അല്ലെങ്കിൽ നീല വെളിച്ചവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ രാത്രി പാതിരാത്രി വരെ ചെയ്യുന്നതിന് പകരം അത് ഉറങ്ങിക്കഴിഞ്ഞ് നേരത്തെ എണീറ്റ് ചെയ്താൽ അത്ര പ്രശ്നമില്ല. ഓക്കെ, അപ്പം നേരത്തെ ഉം, ഉറങ്ങാ, സമയത്തിന് ഉറങ്ങാ, കൃത്യസമയത്ത്. ഒരു ദിവസം 8 മണിക്ക്, ഒരു ദിവസം 10 മണിക്ക് എന്നുള്ള രീതിയിലല്ലാതെ. അപ്പം നമ്മൾ ചില ദിവസങ്ങളിൽ നേരം വൈകി ഉറങ്ങുമ്പോൾ ഒന്നാമത്തെ കാരണം നമ്മളെ ഉറക്ക് ശരിയാവില്ല. 10 മണിക്ക് ഉറങ്ങിയാൽ 8 മണിക്ക് തന്നെ പിറ്റേന്ന് ഉറങ്ങാൻ കിടക്കുകയാണെന്ന് വെച്ചാല് ഉറക്കം കിട്ടൂല, വരൂല. ഒരു 9:30 10 മണി വരെ ഉണർന്ന് കിടക്കും. അല്ല, ഒരാൾ ഒരു ദിവസം 10 മണിക്ക് ഉറങ്ങി ഒരു ദിവസം 12 മണിക്കാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മതിയായ ഉറക്കം കിട്ടൂല, നേരത്തെ എണീക്കുന്ന ഒരാളാണെങ്കിൽ. അതേപോലെ തന്നെ ഉറക്കം അധികരിച്ചാലും നമുക്ക് ക്ഷീണം വരും, നമ്മുടെ ശരീരത്തിന് ക്ഷീണവും. അപ്പം ഉറക്കം പാകമാക്കുക. അതേപോലെ തന്നെ സമയത്തിന് ഉറങ്ങാം. ഉറങ്ങുന്നതിന്റെ മുന്നേ ഒരു ചിട്ട ശീലിക്കാം. ഓക്കെ. രണ്ടാമത്തെ കാര്യം, വെള്ളം കുടിക്കുക. നമ്മളെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞാൽ നമ്മളെ മൈൻഡിനെ പോലും അത് ബാധിക്കുന്നുള്ളതാണ്. നമുക്ക് ഇറിറ്റേഷൻ വരും, പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ദാഹിക്കുന്നത് കൊണ്ടാവാം, നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമുള്ളത് കൊണ്ടാവും. പക്ഷെ നമ്മുടെ പെരുമാറ്റം പോലും ബാധിക്കുന്നുള്ളതാണ്. അപ്പം സമയത്തിന് വെള്ളം കുടിക്കാം, നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിൽക്കാൻ അല്ലേ, നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വെള്ളം അത്യാവശ്യമാണ്. വെള്ളത്തിന്റെ ഗുണങ്ങളൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പം നല്ല രീതിയിൽ ഓരോ ശരീരപ്രകൃതിക്കും ആവശ്യമായ അത്ര വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കുറച്ച് വെള്ളം കുടിക്കുക. ഒരുപാട് വെള്ളം, 1 ലിറ്റർ വെള്ളം രാവിലെ എഴുന്നേറ്റ ഉടനെ അങ്ങനെയല്ല കേട്ടോ, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കുടിക്കുക. ഇരുന്നുകൊണ്ട് കുടിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള പിന്നെ നമ്മളെ സുന്നത്തുകളൊക്കെ ഉൾപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം, ചെറിയ മൂവ്മെന്റ്, ഒരു 10 മിനിറ്റ് എങ്കിലും നടക്കുക, അല്ലെങ്കിൽ സ്ട്രെച്ചിങ്. എന്ന് വെച്ചാൽ നമ്മളെ ശരീരം ഒരു 10 മിനിറ്റ് എങ്കിലും ഒരേ രീതിയിൽ അനക്കുക. അത് ഇപ്പം യൂട്യൂബിലൊക്കെ ഒരുപാട് എക്സസൈസും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ്. അപ്പം എന്താണെങ്കിലും ഇപ്പം നമ്മൾ വീട് പണി എടുക്കുകയാണ്, വീട്ടിലെ പണി എടുക്കുകയാണെങ്കിൽ പോലും അതും മൂവ്മെന്റ് തന്നെയാണ്. ഇപ്പം നമ്മൾ തുടയ്ക്കാണ്, അപ്പോൾ അത് ഒരേ രീതിയിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ചെയ്താൽ അതും മൂവ്മെന്റ് തന്നെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് ആവശ്യമുള്ള എക്സസൈസ് ആണോ അത് എന്നുള്ളത് ഓർക്കുക. അതിനനുസരിച്ച് നമ്മളെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് അതിൽ കൂടുതൽ എക്സസൈസ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സസൈസ് നമ്മൾ മുൻഗണന കൊടുക്കുക. ഓക്കെ, വെള്ളത്തിനും ഉറക്കത്തിനും കൊടുക്കുന്ന പോലെ തന്നെ എക്സസൈസിനും നമ്മൾ
മുൻഗണന കൊടുക്കുക. കാരണം നമ്മൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിലാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോവാം. അടുത്തത് ശരീരത്തിനോട് കരുണ കാണിക്കാം. നമുക്ക് ടെൻഷൻ വരുമ്പോൾ ഒരുപാട് കഴിക്കുന്നത്, അല്ലെങ്കിൽ ടെൻഷൻ വരുമ്പോൾ തീരെ കഴിക്കാത്തത്, ചില സമയം ഭക്ഷണം തന്നെ കഴിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ഒഴിവാക്കാം. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക, നമ്മളെ ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുക. നമ്മളെപ്പോഴും വായന്റെ രുചി മാത്രമാണ് ശ്രദ്ധിക്കാറ്, നമ്മളെ ശരീരത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മളെ വായന്റെ രുചിക്കും ഇടയ്ക്കൊക്കെ അവസരം കൊടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും അവസരം കൊടുക്കാം. ആ രീതിയിൽ കൺട്രോൾ ചെയ്തിട്ടുള്ള ഭക്ഷണം കഴിക്കാം. പിന്നെ ബോഡി ഷെയിം ചെയ്യാതിരിക്കാം. നമ്മൾ നമ്മളോട് തന്നെ, ഓ നല്ല തടിയാണ്, നല്ല തടിയാണ്, ഓ, ഭയങ്കര തടിയാണ്, അല്ലെങ്കിൽ ഭയങ്കര മെലിഞ്ഞിട്ടാണ്, ഞാൻ ഭയങ്കര മെലിഞ്ഞിട്ടാണ്, ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളെ പറ്റി പറയാതിരിക്കാം. ഓക്കെ, നമുക്ക് ഇന്ന രീതിയിലാവണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്യാം, അതിലേക്ക് മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പക്ഷെങ്കിൽ ഇപ്പോൾ ഉള്ള ഞാനിനെ സ്നേഹിക്കാൻ തുടങ്ങാം. അത് ആ രീതിയിൽ തന്നെ ഇഷ്ടപ്പെടാം. എന്നിട്ട് വേണം മാറ്റം കൊണ്ടുവരാൻ. അല്ലാതെ ഇപ്പോഴത്തെ എന്നെ ഇഷ്ടപ്പെടാതെ ഞാനൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അതൊരിക്കലും ഒരു ഹെൽത്തി ആയ രീതിയല്ല. അടുത്തതായിട്ട് മെന്റൽ സെൽഫ് കെയർ. മനസ്സിൽ ഗാർബേജ് നിറയാൻ അനുവദിക്കരുത്. ടോക്സിക് കണ്ടന്റ് കുറയ്ക്കുക. എന്ന് വെച്ചാൽ മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തുന്നത്, അസൂയ, അങ്ങനത്തെ ഒരു കാര്യം, ഹൃദയത്തിന്റെ രോഗങ്ങളായിട്ടുള്ള അസൂയ, അഹങ്കാരം, കോപം, ദേഷ്യം, സങ്കടം, ഇങ്ങനെയുള്ളതൊന്നും മനസ്സിൽ കൊണ്ട് നടക്കാതിരിക്കുക. അതൊക്കെ ആവശ്യം പെട്ടെന്ന് പെട്ടെന്ന് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ നോക്കാം. ഓക്കെ, ഇപ്പൊ മറ്റുള്ളവരെ വേദനിപ്പിച്ചു, ഭയങ്കര വിഷമമുണ്ട്, അതെന്റെ ഒഴിവാവുന്നില്ല മനസ്സിൽ നിന്ന്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉളു എടുത്ത് നിസ്കരിക്കാൻ പറ്റും, ഓതാൻ പറ്റും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഈ നമുക്ക് പുറത്തു കൊടുക്കാൻ പറ്റും, അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെ അതിനെക്കുറിച്ച് എഴുതുക, ഒരു കടലാസിൽ എഴുതുക. ഓക്കെ, എനിക്ക് ഇന്ന് ഇന്ന കാര്യം ഉണ്ടായി, ഇന്ന ആളെ എന്നോട് ഇന്ന രീതിയിൽ പെരുമാറി, അതെനിക്ക് ഭയങ്കര വിഷമായി. പക്ഷെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നു. എന്റെ ഹൃദയം ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്, എന്റെ ഹൃദയത്തിൽ നിന്ന് ആ വേദന മാറാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നു. ഇങ്ങനെ നമ്മൾ കത്തെഴുതാം. അതും നമുക്ക് ടോക്സിക് കണ്ടന്റ് നമ്മളെ ഹൃദയത്തിൽ നിന്ന് മാറ്റാൻ ഒരുപാട് സഹായിക്കും. പിന്നെ ഉള്ളത് കമ്പാരിസൺ ട്രാപ്പ് ഒഴിവാക്കുക. എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായി നമ്മളെ താരതമ്യം ചെയ്യുന്നത്, അത് എല്ലാ കാര്യത്തിലും, മെന്റലി ആയാലും ഫിസിക്കലി ആയാലും, നമ്മളെ ശരീരത്തിന്റെ കാര്യമായാലും നമ്മളെ മനസ്സിന്റെ കാര്യമായാലും, നമ്മളെ ഈമാന്റെ കാര്യം, നമ്മളെ ഈ ജീവിക്കുന്ന ചിട്ടകളെ കാര്യം, ഇങ്ങനെ ഓരോന്നിനും നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്നത് നിർത്തുക. എല്ലാവരുടെയും ജീവിതം, ആരുടെ ജീവിതം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ജീവിതമല്ല. ഓരോരുത്തരും അവരുടേതായ രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അപ്പം മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക. ഞാൻ എൻ്റെതിൽ ഇപ്പോൾ ഉള്ള ഞാനില് സംതൃപ്തിയാണ്. പിന്നെ ഇനി എനിക്ക് ഇതിലും മെച്ചപ്പെടാൻ ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു. ഈ രീതിയിലാവണം നമ്മുടെ മൈൻഡ് സെറ്റ്. ഓക്കെ, ഇപ്പൊ ജേർണലിംഗ് ആണ് ചെയ്യുന്ന ഞാൻ, നന്ദിയുള്ള 3 കാര്യങ്ങൾ ഡെയിലി, ഓരോ 3 കാര്യങ്ങൾ, നന്ദിയുള്ള കാര്യങ്ങൾ എഴുതുക. ഇന്ന് എന്നെ വേദനിപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇന്ന് ഞാൻ ആ വേദനയിലൂടെ പഠിച്ചത് എന്താണ്. ഓരോ വേദനകളും നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പം അതെന്താണ്, ആ ഒരു പാഠം എന്താണ്. ഒരുപക്ഷെ ഓക്കെ, അവരെന്നോട് ഇന്ന രീതിയിൽ പെരുമാറുന്നുണ്ട്, അപ്പം ഞാൻ അവരുടെ ഇടയിൽ ഒരു ബൗണ്ടറി, ഒരു അതിർവരമ്പ് നിശ്ചയിക്കേണ്ടതുണ്ട്. ഒരു ആരോഗ്യകരമായ അതിർവരമ്പ്, അല്ലെ? അവരെ ഇന്നെ കൂടുതൽ ഇനി വേദനിപ്പിക്കാൻ ഞാൻ അനുവദിച്ചുകൂടാ. ഈ രീതിയിൽ നമ്മൾ ഓരോ വേദനയിലും, ഓരോ കാര്യത്തിലും, ഓരോ സന്തോഷത്തിലും, ഓരോ വേദനയിലും ഒക്കെ ഓരോ പാഠങ്ങൾ ഉണ്ടാവും. അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് എഴുതുക. അത് അതൊരു ശീലമാക്കി മാറ്റാം. അതേപോലെ സൈലൻസ് പ്രാക്ടീസ്, ദിവസം ഒരു 10 മിനിറ്റ് എങ്കിലും ശാന്തമായിട്ട് ഇരിക്കാം. എന്നിട്ട് നമ്മളെ ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കാം, സമാധാനത്തിലിരിക്കാം. എന്നിട്ട് നമ്മളെ ചിന്തകളൊക്കെ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ നമ്മളെ ശരീരത്തിലെ നമ്മളെ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. വേറെ ഒന്നും ചിന്തിക്കണ്ട. എത്ര ശ്വാസം എടുക്കുന്നുണ്ട്, എത്ര ഹൃദയം ഇടിക്കുന്നുണ്ട്, അത് മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു 5-10 മിനിറ്റ് ഇരിക്കുക. ഇത് നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് സോഫ്റ്റൻ ചെയ്യാൻ സാധിക്കും. പിന്നെ മൂന്നാമത്തെ കാര്യം ഇമോഷണൽ സെൽഫ് കെയർ ആണ്. വികാരങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളത്. നമ്മൾ ഒരിക്കലും വികാരങ്ങളെ അടച്ചു വെക്കാനുള്ളതാണ് എല്ലാം. കരയേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ കരയുക. നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിയാം. എന്നിട്ട് അതിനെന്താണ് ആ വേദന മാറാനുള്ള മാർഗം എന്ന് മനസ്സിലാക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവർക്കും നമ്മൾ പോയാണ്ട് വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവിടെ നമ്മൾ ഒരു അതിർവരമ്പ് വെക്കുക. ഓക്കെ, ഇന്ന കാര്യം
മതി, ഇന്ന ആളുകളോട് ഇന്ന രീതിയിൽ സംസാരിച്ചാൽ മതി എന്നുള്ളൊരു അതിർവരമ്പ് വെക്കാം. അതേപോലെ തന്നെ നമ്മളിൽ ഇല്ല എന്ന് പറയാൻ പഠിക്കാം, നോ പറയാൻ പഠിക്കാം. ഇല്ല, ഞാൻ വരുന്നില്ല, ഇല്ല, അതെനിക്ക് തരാൻ താല്പര്യമില്ല, എനിക്കിപ്പോ അങ്ങനെ ചെയ്യാൻ കഴിയൂല കേട്ടോ, എനിക്ക് വേറെ കാര്യമുണ്ട് അതുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയൂല, ഈ രീതിയിൽ നോ പറയാന്. അതിപ്പോ തരാൻ പറ്റൂല കേട്ടോ, അത് തന്നാല് എനിക്ക് ഉണ്ടാവില്ല, ഇന്ന പ്രശ്നമുണ്ട് അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റൂല. ഈ രീതിയിൽ നമുക്ക് ഓക്കെ അല്ലാത്ത കാര്യങ്ങൾക്ക് എനിക്ക് വരാൻ പറ്റൂല, ഇങ്ങനെ നോ എന്നുള്ള കാര്യങ്ങളും കൂടി പറയാൻ പഠിക്കാം. എനിക്കിപ്പോ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, നമ്മൾ തന്നെ നമ്മളെ സ്വയം ശത്രു ആവാതിരിക്കുക. ഇപ്പൊ ഞാൻ ഭയങ്കര തലവേദനയിലാണ്, പക്ഷെ അത് ഓക്കെ, എനിക്ക് തലവേദന ഉണ്ട്, അത് എന്ന് കരുതിയിട്ട് വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്ന് കരുതി എല്ലാ പണിയും ആ തലവേദനയും വെച്ച് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് കൈവേദന ഉണ്ട്, കാലുവേദന ഉണ്ട് എന്ന് വെച്ച് ഇന്റെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് നിറവേറ്റണം എന്നുള്ള ആ ഒരു വാശിയോട് കൂടിയിട്ട് ആ കൈവേദന ഉണ്ട്, കൈവേദന കാലുവേദന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ എല്ലാ കാര്യവും ചെയ്ത് നടക്കുക, ഇങ്ങനെയുള്ള ആളാവാതിരിക്കാം. നമ്മള് നമ്മുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാം, നമ്മളെ ശരീരത്തെ സ്നേഹിക്കുക. ഓക്കെ, ഇപ്പൊ നമുക്ക് റെസ്റ്റ് വേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക. ഇനി അടുത്ത നാലാമത്തെ കാര്യമാണ് സ്പിരിച്വൽ സെൽഫ് കെയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആത്മീയമായിട്ടുള്ള അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ശക്തമാക്കുക. നിസ്കാരം ശ്രദ്ധയോടെ നിർവഹിക്കുക. ഖുർആൻ ചെറിയ അളവിലെങ്കിലും ദിവസവും വായിക്കുക, ഓതുക. ദുആ പതിവാക്കുക. ദിക്റുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ഇതൊക്കെ നമ്മളെ ഹൃദയത്തിന് ഭയങ്കര സമാധാനം നൽകുന്നതാണ്. പിന്നെ തഹജ്ജുദിന്റെ മൊമെന്റുകൾ, ചിലപ്പോൾ രാത്രി നിശബ്ദമായ സമയത്ത് ല്ലേ നമ്മളെ ഹൃദയം തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കരഞ്ഞ് ദുആ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയം സ്വയം തന്നെ മുറിവ് ഉണക്കപ്പെടും. ഒരുപക്ഷെ നമുക്ക് ജേണലിങ്ങോ വേറെയുള്ള ഒരു കാര്യത്തിന്റെ ആവശ്യം ഉണ്ടാവില്ല. നമ്മളെ ഹൃദയം ക്ലീനായി നമ്മളെ ഹൃദയം വൃത്തിയാവാന് വെറും തഹജ്ജുദ് മാത്രം മതിയാവും. അപ്പം തഹജ്ജുദ് ഒരു ശീലമാക്കി മാറ്റും ഇൻഷാ അള്ളാ. ഡിജിറ്റൽ സെൽഫ് കെയർ അടുത്തത് അഞ്ചാമത്തെ കാര്യം, മൊബൈൽ ഡീറ്റോക്സ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഡിജിറ്റൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാം. ഇപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ മൊബൈൽ നോക്കാതിരിക്കാം. അതേപോലെ വെറുതെ സ്ക്രോളിങ് ചെയ്യുന്ന, വെറുതെ റീൽസ് കാണുന്നത്, വെറുതെ ഉള്ള വീഡിയോസ് കാണുന്നത്, വെറും സന്തോഷത്തിന് മാത്രമായിട്ട് വീഡിയോസ് കാണുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഉപകാരമുള്ള വീഡിയോസ് കാണാം, ഒരു പഠനമായിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്നൊരു പഠിക്കാൻ നമുക്ക് വേണം. അല്ലാതെ വെറും സന്തോഷത്തിനായിട്ട് നേരം കളയാനായിട്ട് മാത്രം വീഡിയോകൾ കാണാതിരിക്കാം. പിന്നെ നമ്മളെ നോട്ടിഫിക്കേഷൻസ് കുറെ ഓഫ് ആക്കിയിടാം. ഒരുപാട് നോട്ടിഫിക്കേഷൻ പി 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 ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ആ ഫോൺ എടുക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അതേപോലെ ഫോണ് നമ്മളെപ്പോഴും വർക്ക് ചെയ്യുന്നതിന്റെ അടുത്ത് വെക്കാതിരിക്കുക, ദൂരെ വെക്കുക, അടുത്ത റൂം, ഇപ്പൊ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത റൂമിൽ വെക്കുക, ഈ രീതിയിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ കാണുന്ന ഈ ഒരു മൊബൈലിൽ കാണുന്ന വീഡിയോസ് നമ്മുടെ മൈൻഡിലൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നല്ല വീഡിയോസ് കണ്ടാലാണ് നല്ല കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ സ്റ്റോർ ചെയ്യാം. നമ്മൾ വിഷമിക്കുന്ന കാര്യങ്ങൾ, പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇങ്ങനത്തതൊക്കെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ആ ഒരു പേടി തന്നെ ആയിരിക്കും, ആ ഒരു വിഷമത്തിൽ തന്നെ ആയിരിക്കും. നമ്മൾ ചിരിച്ചാലും ഉള്ളിൽ ആ ഒരു വിഷമം ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും ആ നമുക്ക് ഓക്കെ ആയിട്ടുള്ള, നമുക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് കാണുക. അതേപോലെ ഇസ്ലാമിക് റിമൈൻഡർ, ഇസ്ലാമികമായിട്ട് ഓർമ്മപ്പെടുത്തലുകളുള്ള വീഡിയോകൾ ഒരുപാടുണ്ട്, അത് കാണാൻ ശ്രമിക്കാം. അതേപോലെ സമാധാനം നൽകുന്ന വീഡിയോകള് അല്ലെ, ചിലരുടെ സംസാരം തന്നെ നമുക്ക് സമാധാനം നൽകും, ചില കാഴ്ചകൾ നമുക്ക് സമാധാനം നൽകുന്നതാവും. ഈ ഭയങ്കര ബഹളമുള്ള വീഡിയോകൾ കാണാതിരിക്കുക. എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഈ ന്യൂസ് ഹവർ അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോട് അടി, ഇങ്ങനത്തെ ഉള്ള വീഡിയോകൾ. അതേപോലെ ചില വീഡിയോകൾ തന്നെ കുടുംബ വീഡിയോ എന്നും പറഞ്ഞാണ്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിടി അല്ലെങ്കിൽ വായ കൊണ്ട് തെറി പറിച്ചിൽ, ഈ രീതിയിലുള്ള വീഡിയോകൾ, അതൊന്നും കാണാതിരിക്കുക. അതൊക്കെ നമ്മളെ മൈൻഡിൽ സ്റ്റോർ ആവുന്നുണ്ട്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ് നമ്മുടെ മൈൻഡ് പിന്നീട് ചിന്തിക്കുന്നതും നമ്മളെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതൊക്കെയും. പിന്നെ നമ്മളെ പഠിപ്പിക്കുന്ന, അറിവുകൾ നൽകുന്ന വീഡിയോകൾ തിരഞ്ഞെടുക്കുക, കൂടുതൽ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇനി അടുത്തതായിട്ട് ആറാമത്തെ കാര്യമാണ് സോഷ്യൽ സെൽഫ് കെയർ. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കരുത്. എല്ലാവരെയും സന്തോഷിപ്പിച്ച് നടക്കണമെങ്കിൽ നമ്മൾ എല്ലാത്തിനും യെസ് പറയണം. നമുക്ക് കഴിയുന്നതിനും കഴിയാത്തതിനും ഒക്കെ യെസ് പറയണം. നമുക്ക് കഴിയാത്താണെങ്കിലും ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരും.
ഇഷ്ടമില്ലെങ്കിലും അങ്ങോട്ട് പോകേണ്ടി വരും, ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കേണ്ടി വരും, അവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് വസ്ത്രം ഇടേണ്ടി വരും അല്ലേ? ആളുകളെ സന്തോഷിപ്പിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവര് വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ നടക്കേണ്ടി വരും. അപ്പം അതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കാതിരിക്കാം. എല്ലാരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കണ്ട. നമ്മൾക്ക് നമ്മുടെ സന്തോഷം ഏറ്റവും വലുത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാം. അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളെ പെരുമാറ്റം അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഹാപ്പി. നമ്മുടെ ഡ്രസ്സിങ് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ഹാപ്പി. പക്ഷെ നമ്മളെ സന്തോഷിപ്പിക്കുന്നതാവണം. നമ്മൾക്ക് മുൻഗണന കൊടുക്കുക, സെക്കൻഡ് പാർട്ട് അവർക്ക് കൊടുക്കുക അല്ലെ? ഇപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള, അള്ളാഹു പറഞ്ഞ രീതിയിലുള്ള വസ്ത്രം ഇടാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, അതാണ് അള്ളാഹ്ക്കും ഇഷ്ടം. പക്ഷെ നമ്മളെ കൂടെ ഉള്ളവർക്ക് ഇഷ്ടം മോഡേൺ ഡ്രസ്സ് ഇടുന്നതാണ്. അവര് അങ്ങനെയാണ് ഇടുക, അപ്പൊ നമ്മളും അങ്ങനെ ഇടണം എന്നുള്ളതാണ്. ആ മൈൻഡ് സെറ്റ് ഒഴിവാക്കുക. അപ്പം അവര് അങ്ങനെ ഇട്ടോട്ടെ, അത് അവരുടെ ഇഷ്ടം. പക്ഷെ എനിക്കിഷ്ടം അള്ളാഹ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അണിഞ്ഞൊരുങ്ങി നടക്കാനാണ്. ഈ രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫസ്റ്റത്തെ ഇത് അള്ളാഹുവിന് വിട്ടുകൊടുക്കുക, രണ്ടാമത്തേത് നമ്മൾക്ക്, മൂന്നാമത്തേത് നമ്മുടെ ഫാമിലിക്ക്, പിന്നെ അതും കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കല്. ഓക്കെ. പിന്നെ നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ നല്ല ആളുകളെ തിരഞ്ഞെടുക്കുക. റെസ്പെക്ട് ചെയ്യുന്നവര്, കേൾക്കുന്നവര്, നമ്മളെ ബഹുമാനിക്കുന്നവരെ നമ്മളോടൊപ്പം ചേർക്കുക. നമ്മളെ കേൾക്കുന്നവരെ നമ്മളോടൊപ്പം ചേർക്കുക. നമ്മളെ കളിയാക്കാത്തവരെ, കുറ്റപ്പെടുത്താത്തവരെ. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെന്നുള്ളത് പോലും നമ്മളെ ഒരു കുറ്റമായിട്ട് പറയണ്ട. ചിലർക്ക് റീചാർജ് ചെയ്യാന് ഒറ്റയ്ക്ക് ഇരിക്കല് ആവശ്യമുണ്ട്. നമ്മൾ വീണ്ടും ഹാപ്പിനെസ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കാന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു തെറ്റായ നിലപാടല്ല. ഓക്കെ. ഏഴാമത്തെ കാര്യമാണ് സെൽഫ് റെസ്പെക്ട്, സെൽഫ് കെയർ. നിങ്ങൾ നിങ്ങളെ തന്നെ വില കുറച്ച് സംസാരിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളോട് നിങ്ങൾ ബഹുമാനം കാണിക്കാതിരിക്കാണ്. അപ്പം എനിക്കൊന്നിനും പറ്റൂല, ഞാൻ ഒന്നിനും പറ്റാത്തതാണ്, ഇങ്ങനെയുള്ള വാക്കുകൾ സ്വന്തത്തെ പറ്റി പറയാതിരിക്കാം. ഞാൻ പണ്ടേ അങ്ങനെ തന്നെയാണ്, ഇങ്ങനെയുള്ള വാക്കുകൾ പറയാതിരിക്കാം. നമ്മുടെ വളർച്ചയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം. നമ്മളെ മുറിവുണക്കലും, നമ്മളെ ഹൃദയത്തിന്റെ മുറിവുണക്കലൊക്കെ നമ്മുടെ ഉള്ളിലാണ് നടക്കുന്നത്. അതൊന്നും മറ്റുള്ളവർക്ക് കാണാൻ കഴിയില്ല. അപ്പം നമ്മൾ വളരുന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് മനസ്സിലാവും അല്ലെ? നമ്മൾ ഓക്കെ, ഞാൻ ഇന്നലത്തേനേക്കാളും 1 ഇഞ്ച് കൂടുതൽ ഇന്ന് മെച്ചപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക. എട്ടാമത്തെ കാര്യം ചെറിയ ചെറിയ സെൽഫ് കെയർ ഹാബിറ്റ്സ്, ചെറിയ ചെറിയ സ്വന്തത്തെ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ. അതിപ്പം നമ്മളെ ബെഡ് എണീറ്റ ഉടനെ ബെഡ് സെറ്റാക്കി വെക്കുക, അത് നമ്മൾ നമ്മളോട് കാണിക്കുന്ന ഒരു കെയർ ആണ്. അതേപോലെ വെയിലത്ത് കുറച്ചു നേരം നടക്കുക, അല്ലെങ്കിൽ കുറച്ച് സമയം വെയിൽ കൊള്ളുക, അതിനു വേണ്ടി സമയം കണ്ടെത്തുക. അത് വെറുതെ പോയാണ്ട് വെയിലത്ത് നിക്കണം എന്നല്ല. ആ സമയത്ത് നമുക്ക് മുറ്റടിച്ച് തരിക, അല്ലെങ്കിൽ ഗാർഡനിങ്ങോ, അല്ലെങ്കിൽ വെള്ളം നനയ്ക്കലോ, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ വെറുതെ ചെടി നോക്കി നടക്കലോ, എന്തോ ആവാം. എങ്ങോട്ടെങ്കിലും പോവലാവാം, നടന്നു പോവലാവാം, എന്തായാലും സൺലൈറ്റ് കുറച്ച് ടൈമെങ്കിലും കൊള്ളുക. റൂം ക്ലീൻ ചെയ്യാം, ഡെയിലി റൂം ക്ലീൻ ചെയ്യാം. ഇത് നമ്മൾ നമ്മളോട് കാണിക്കുന്ന ഒരു സെൽഫ് കെയർ ആണ്. അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ചായ കുടിക്കുക, അല്ലെങ്കിൽ കോഫി കുടിക്കുക, അല്ലെങ്കിൽ വെള്ളം കുടിക്കുക, എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് ഒരു നേരെങ്കിലും നമുക്കുള്ള ഇഷ്ടത്തിനനുസരിച്ച് നമ്മള് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ഇത് ഹെൽത്തി ആയ രീതിയിൽ. പിന്നെ ഉള്ളത് ഡീപ് ബ്രീത്തിങ്. നേരത്തെ പറഞ്ഞ പോലെ സമാധാനത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ ഹൃദയത്തോട് സംസാരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മുടെ ഉള്ളിലുള്ള എല്ലാ അവയവങ്ങൾക്കും വേണ്ട ഊർജം എന്ന് പറയുന്നത്, എന്താ പറയുക, റീചാർജ് ചെയ്യുന്നത് നമ്മുടെ ശ്വാസത്തിലൂടെയാണ്. ഓക്സിജൻ എല്ലായിടത്തും എത്തിയാലേ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നടക്കുള്ളൂ. അപ്പൊ ഈ ഓക്സിജൻ കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മളെ ശ്വാസത്തിലൂടെയാണ്. അപ്പം നമ്മൾ നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് ശ്വാസം എടുക്കുക. കുറച്ച് സമയം അവിടെ ഉം, ശ്വാസം പിടിച്ചു നിൽക്കുക. അതിന്റെ പകുതി സമയം കൊണ്ട്, അല്ല, അതിന്റെ ഇരട്ടി സമയം കൊണ്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് കളയാം. ഈ രീതിയിൽ നമ്മളൊരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിനെ കൂടുതൽ നന്നാക്കാനും, നമ്മുടെ ചിന്തകളെ കൂടുതൽ സ്ട്രോങ് ആക്കാനും, നല്ല അടിപൊളി ചിന്തകൾ വരാൻ, അതേപോലെ ക്ഷീണം വിട്ടൊഴിയാൻ, ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഈ നന്നായിട്ട് ശ്വാസം എടുക്കുന്നതിന് പോലും. ഓക്കെ. ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ അതിലേറെ പ്രധാനമാണല്ലോ ശ്വാസം. പിന്നെ നന്ദിയുള്ളവരാവുക.
അള്ളാഹുവിനോട് നന്ദിയുള്ളവരാവുക, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരോട് നന്ദിയുള്ളവരാവുക, നമ്മളെ സ്വന്തം ശരീരത്തിനോട് നന്ദിയുള്ളവരാവുക, നമ്മളെ മനസ്സിനോട് നന്ദിയുള്ളവരാവുക. ഓക്കെ. ഈ ഒരു നന്ദി നമ്മൾക്ക് ജേണലായിട്ട് എഴുതാം. അൽഹംദുലില്ലാ, ഇന്ന് എനിക്ക് ഇന്ന കാര്യം സംഭവിച്ചു. അൽഹംദുലില്ലാ, എനിക്ക് ഇന്ന് നല്ല ചിന്തകളായിരുന്നു. അൽഹംദുലില്ലാ, ഇന്ന് എനിക്ക് കുറച്ച് സന്തോഷം കിട്ടി. അൽഹംദുലില്ലാ, ഇന്ന് ഞാൻ ഇന്ന സാധനം ഉണ്ടാക്കി കഴിച്ചു. അൽഹംദുലില്ലാ, അവരെന്നോട് ഇന്ന രീതിയിൽ സംസാരിച്ചു, അത് എനിക്ക് സന്തോഷം നൽകി. അൽഹംദുലില്ലാ, അള്ളാഹു എനിക്ക് ഇന്ന് കാഴ്ച നൽകി, കേൾവി നൽകി, സംസാരിക്കാനുള്ള കഴിവ് നൽകി. ഇങ്ങനെ ഹംദ് ചെയ്യാൻ നമ്മള് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ നമ്മൾ നന്ദി പറയാം. അതേപോലെ തന്നെ നമുക്കൊരാൾ എന്തെങ്കിലും കാര്യം, ചെറിയ കാര്യമാണെങ്കിൽ പോലും, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആ ഓൾ എല്ലതും കൊണ്ടുതരും, പക്ഷെ ഒരു പൊടി ഉണ്ടാവുള്ളൂ. സത്യത്തിൽ അവര് ആ കൊണ്ടുതരുന്നതിന് അവര് അതിൽ സന്തോഷിക്കുന്നുണ്ട്, നമ്മൾ അതിനൊരു പൊടിയായിട്ട് കാണുകയാണ്. അപ്പം അങ്ങനെ കാണാതിരിക്കുക. ചെറിയ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവർ തരുന്നതിന് നന്ദിയുള്ളവരാവുക, അതിൽ വാല്യൂ കൽപ്പിക്കാം. പിന്നെ ചെറിയ ദുആകളാണെങ്കിലും നമ്മൾ സ്ഥിരമായിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കാം. 9ാമത്തെ കാര്യം ബേൺ ഔട്ടിന്റെ സയൻസ് തിരിച്ചറിയാന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ക്ഷീണിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ആ ഒരു സൂചന തരുമ്പോൾ നമ്മളെ തിരിച്ചറിയാം. അപ്പൊ നമുക്ക് എല്ലാത്തിലും ക്ഷീണാണ്, എന്ത് ചെയ്താലും ക്ഷീണാണ് അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഓക്കെ, എന്റെ ശരീരത്തിന് എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. അത് ഡോക്ടറെ കാണിക്കേണ്ട ഡോക്ടറെ കാണിക്കുക. അതല്ല, നിങ്ങൾക്കൊന്ന് ഉറങ്ങി എണീറ്റാൽ ക്ഷീണം മാറുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നിങ്ങളെ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഒന്ന് എക്സസൈസ് ചെയ്താൽ ക്ഷീണം മാറുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എക്സസൈസ് നമ്മളെ ചില പലപ്പോഴും നമുക്ക് കൂടുതൽ എനർജി തരാൻ ഒന്ന് നടക്കുക, ഒന്ന് എക്സസൈസ് ചെയ്യുക. അപ്പം എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെയാണ് വെച്ചാൽ അവർക്കൊക്കെയും, അല്ലെങ്കിൽ മേലനങ്ങി ജോലി ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെയും ഈ ടയർഡ്നെസ് മാറാൻ എക്സസൈസ് അല്ലെങ്കിൽ ഒരു നടത്തം ഒക്കെയും നല്ല ഹെൽപ്ഫുൾ ആവും. അതേപോലെ എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ആവാം, നമുക്ക് എല്ലാത്തിനോടും ഒരു വെറുപ്പ് തോന്നുക, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഇല്ല, ഒന്നിനും ഇല്ലാത്തൊരു ഫീലിങ്, ഒരുപാട് ആലോചിച്ച് കൂട്ടുക, ആളുകളായിട്ട് സംസാരിക്കാൻ തോന്നുന്നില്ല, ആളുകളായിട്ട് വിട്ടു നിൽക്കാനാ തോന്നുന്നത്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷെ റെസ്റ്റ് ആവശ്യമായിരിക്കാം. നിങ്ങളെ മനസ്സിന് റെസ്റ്റ് ആവശ്യമായിരിക്കാം, നിങ്ങളെ മൈൻഡിന്, അല്ലേ, നിങ്ങളെ തലച്ചോറിന് റെസ്റ്റ് ആവശ്യമുണ്ടാവും, നിങ്ങളെ ശരീരത്തിന് റെസ്റ്റ് ആവശ്യമുണ്ടാവും, നിങ്ങളെ കണ്ണിന് റെസ്റ്റ് ആവശ്യമുണ്ടാവും. അപ്പം എന്താണ് നിങ്ങളെ ആവശ്യം എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങളെ ക്ഷീണം മാറ്റാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാം. അത് തിരിച്ചറിയാം. അല്ലാതെ എനിക്ക് ക്ഷീണമുണ്ട് പക്ഷെ ഇന്ന് ഇത് ചെയ്യാതെ നടക്കൂല, നാളെ അതേപോലെ തന്നെ എനിക്ക് ക്ഷീണമുണ്ട് പക്ഷെ ഇത് നിവൃത്തിയില്ലാതെ ചെയ്യാം, ബുദ്ധിമുട്ടായിട്ട് ചെയ്യാന്ന് അറിയില്ല. ഇപ്പം കാലിന് മുറി വെച്ചുകൊണ്ട് 1 കിലോമീറ്റർ നടക്കുന്ന എത്രത്തോളം ബുദ്ധിമുട്ടാണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ഷീണത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത്. അങ്ങനെ അല്ലാതെ ഞാൻ ക്ഷീണുണ്ട്, ചിലപ്പോൾ അതൊരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് ഉറങ്ങി എണീച്ചാല് തീരാവുന്ന പ്രശ്നമേ ഉണ്ടാവുള്ളൂ. ഓക്കെ. 10ാമത്തെ കാര്യം സെൽഫ് കെയർ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ഇന്ന് ഞാൻ വെള്ളം കുടിച്ചോ, നിസ്കരിച്ചോ, നിസ്കാരമൊക്കെ കറക്റ്റ് ആയിരുന്നോ, ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്തോ, വെയിലുണ്ടോ, ഹെൽത്തി ഫുഡ് കഴിച്ചോ, എനിക്കിന്ന് ക്വയറ്റ് ടൈം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ആരോടും സംസാരിക്കാത്ത അല്ലെങ്കിൽ സമാധാനമായിട്ടുള്ള ഒരു കുറച്ച് ടൈം, ഒരു 10 മിനിറ്റ് ഉണ്ടായിരുന്നോ, ദിക്റുകൾ ചൊല്ലിയോ, ഞാൻ ഇന്ന് എന്റെ സെൽഫിനോട്, എന്നോട് തന്നെ ഇന്ന് ഞാൻ കരുണ കാണിച്ചോ, ഇന്ന് ഞാൻ ഇന്നെ സ്നേഹിച്ചോ. ഇതൊക്കെ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക, നമ്മളെ ബഹുമാനിക്കുക എന്നുള്ളതിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ. അവസാനമായിട്ട് സെൽഫ് കെയർ എന്ന് പറയുന്നത് നമ്മള് ഭയങ്കര സ്വാർത്ഥരാണ് എന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര മടിയുള്ളവരാണെന്നുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ തളർന്നിട്ടുള്ള ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്. അള്ളാഹു നൽകിയ അമാനത്താണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ മൈൻഡൊക്കെ. അപ്പം അതെല്ലാം നമ്മൾ മനോഹരമായിട്ട് കൊണ്ട് നടക്കേണ്ടതുണ്ട്. അപ്പം ഈ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് സത്യത്തിൽ സെൽഫ് കെയർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ മറ്റുള്ളവർക്കും ആയിട്ട് മാത്രം ജീവിക്കേണ്ടതല്ല, നിങ്ങൾ നിങ്ങളെ ഹൃദയത്തിന് വിശ്രമം കൊടുത്ത്, നിങ്ങളോട് കാരുണ്യം കാണിച്ച്, നിങ്ങളെയും പരിചരിച്ച് മറ്റുള്ളവരെയും പരിചരിച്ച്, ഈ രീതിയിൽ നിങ്ങൾക്കും വിശ്രമവും കാരുണ്യവും പരിചരണവും ഒക്കെ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാ ഇതുപോലെ ഉള്ള മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാമെന്ന് കരുതുന്നു. ഞങ്ങൾ നടത്തുന്ന ഇസ്ലാമിക് കോഴ്സിലേക്ക്, എങ്ങനെ നല്ല മുസ്ലിമയാവാം എന്നുള്ള ഇസ്ലാമിക് കോഴ്സിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക്, വാട്സപ്പ് ലിങ്ക് അയക്കാം ഇൻഷാ അല്ലാ. അപ്പം താല്പര്യമുള്ളവർ ചേരുക.
ഇപ്പോ മാസം വെറും 300 രൂപ മാത്രമാണ് ഫീസ് ഉള്ളത്. ഇനി വരും മാസങ്ങളിൽ അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നല്ല ഒരു കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ, എങ്ങനെ നല്ല മുസ്ലിമയായിട്ട് നമ്മുടെ ഇഹലോകവും പരലോകവും ഒരുപോലെ സന്തോഷത്തോടെ കൊണ്ടുപോവാൻ കഴിയും എന്നറിയാൻ വേണ്ടിയിട്ട് ഡെയിലി രാവിലെ നമുക്ക് അതിൽ ഹിഫ്ള് ക്ലാസ് വരുന്നുണ്ട്. ഹിഫ്ള് ക്ലാസ് മീൻസ് ഖുർആൻ ക്ലാസ് പ്ലസ് അതിന്റെ തർജമ, തജ്വീദ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള എങ്ങനെ നമ്മുടെ ലൈഫിലേക്ക് ഖുർആനിനെ അപ്ലൈ ചെയ്യാം, ഓരോ സൂറത്തും എങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാം എന്നെല്ലാം പറയുന്ന ക്ലാസ്സുകളാണ്. കൂടാതെ നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കുന്ന, നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഇല്ലാതെ നമ്മളെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ തന്നെ, ഇപ്പൊ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വിഷമങ്ങൾ അനുഭവിക്കുന്ന അവസരങ്ങളിലായിരിക്കാം, പക്ഷെ ഇതേ രീതിയിൽ തന്നെ ഇതെല്ലാം നിലനിൽക്കെ തന്നെ നമുക്ക് എങ്ങനെ സന്തോഷം കണ്ടെത്താം, സമാധാനം കണ്ടെത്താം, എങ്ങനെ ഹാപ്പി ആയി ജീവിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വരുന്നത് ഇൻഷാ അല്ലാ. അപ്പൊ താല്പര്യമുള്ളവര് ജോയിൻ ചെയ്യാൻ മറക്കരുത്. വെറും 300 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. ഒരു ഡോക്ടറെ കാണിക്കേണ്ട അത്ര പോലും ഫീസ് വരുന്നില്ല. അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം ഇൻഷാ അല്ലാ. നിങ്ങളെ അഭിപ്രായങ്ങൾ അതേപോലെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ ഷെയറും മറ്റൊരാൾക്ക് ഒരുപക്ഷെ ഒരു ജീവിതം തന്നെ, ജീവിതത്തിൽ ഒരു പുതുമ നൽകിയേക്കാം, അല്ലെങ്കിൽ ഒരു സമാധാനമുള്ള ജീവിതം നൽകിയേക്കാം. അപ്പൊ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.